വളരെയേറെ കഷ്ടപ്പാടുകളിലൂടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയും കടന്നുപോയ ചില നാളുകാർക്ക് ഈ ഓണം വലിയ ഭാഗ്യവും അഭിവൃദ്ധിയും നൽകാൻ പോകുകയാണ്. കിട്ടില്ലെന്ന് കരുതിയ പണവും മറ്റുള്ളവർക്ക് കടം കൊടുത്ത തുകയും തിരികെ ലഭിക്കുന്നതിനൊപ്പം സങ്കടങ്ങൾ മാറി ഇവരെ കാത്തിരിക്കുന്ന നല്ല കാലം ആരംഭിക്കുകയും ചെയ്യും. എത്രയൊക്കെ അവഗണനകളും പ്രയാസങ്ങളും നേരിട്ടപ്പോഴും പ്രതീക്ഷ കൈവിടാതെ പ്രാർത്ഥിച്ച ഇവർക്ക് വരുന്ന ദിവസങ്ങളിൽ വലിയ ദൈവാനുഗ്രഹമുണ്ടാകും. തിരുവോണം, രോഹിണി, അത്തം, ചിത്തിര, മകം, പൂരം, കാർത്തിക എന്നീ നക്ഷത്രക്കാർക്കാണ് ഈ വരും ദിനങ്ങളിൽ വലിയ സൗഭാഗ്യങ്ങളും സന്തോഷവും കാത്തിരിക്കുന്നത്. ജ്യോതിഷ ഗണിത പ്രകാരം വളരെ കാലമായി അനുഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങൾക്കും പ്രതിസന്ധികൾക്കും വിരാമമിട്ടുകൊണ്ട് ചില പ്രത്യേക രാശിയിൽപ്പെടുന്ന നക്ഷത്രക്കാർക്ക് കിട്ടുന്ന ഭാഗ്യകാലമാണ് വന്നെത്തിയിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ വഴിത്തിരിവാകുന്ന അനുകൂലമായ പല മാറ്റങ്ങളും സംഭവിക്കുന്ന ഒരു സുവർണ കാലഘട്ടത്തിൻ്റെ തുടക്കമാണിത്. കർമ്മമേഖലയും മനസമാധാനവും വളരെ കാലമായി നിങ്ങളുടെ തൊഴിലുമായോ കർമ്മമേഖലയുമായോ ബന്ധപ്പെട്ട് മനസ്സിനെ അലട്ടിയിരുന്ന വലിയ സങ്കടങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഈ കാലയളവിൽ ശാശ്വതമായ പരിഹാരം ലഭിക്കും. തൊഴിൽ രഹിതർക്ക് അവർ ആഗ്രഹിച്ച മേഖലയിൽ പുതിയ ജോലി കണ്ടെത്താനും ജോലിയിലുള്ളവർക്ക് അർഹമായ അംഗീകാരങ്ങളും സ്ഥാനക്കയറ്റവും സാമ്പത്തിക നേട്ടങ്ങളും കൈവരിക്കാനും സാധിക്കും. നിങ്ങളുടെ ദൈനംദിന ജീവിതചര്യകളിൽ വലിയ പോസിറ്റീവ് മാറ്റങ്ങൾ ഇതുവഴി സംജാതമാകും. അത്ഭുതകരമായ രക്ഷാകവചം നിങ്ങളെ തേടിയെത്തുന്ന വലിയ അപകടങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും ദൈവികമായ പ്രത്യേക സംരക്ഷണം നിങ്ങൾക്ക് ലഭിക്കും. വലിയ അപകട സാഹചര്യങ്ങളിൽ പോലും ഒരു ചെറിയ പോറൽ പോലും ഏൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെടാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഈ നല്ല സമയത്തിൻ്റെ വലിയൊരു സവിശേഷതയാണ്. ആഗ്രഹ സാക്ഷാത്കാരവും നേട്ടങ്ങളും മനസ്സിൽ വിചാരിച്ചതും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചതുമായ ഏത് കാര്യവും പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ആഗ്രഹ സാക്ഷാത്കാരത്തിൻ്റെ സമയമാണിത്. ഏറെക്കാലമായി കൊതിച്ചിരുന്ന ബന്ധങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങളും സന്തോഷവും ഉണ്ടാകും. അർഹമായ തൊഴിൽ നേട്ടങ്ങളും സാമ്പത്തിക സുരക്ഷിതത്വവും കൈവരും. പുതിയ വീടോ ഭൂമിയോ മറ്റ് വാഹനങ്ങളോ സ്വന്തമാക്കാനുള്ള ആഗ്രഹം സഫലമാകും. മനസ്സിന് ആനന്ദവും പുത്തൻ അനുഭവങ്ങളും നൽകുന്ന യാത്രകൾക്ക് അവസരമൊരുങ്ങും.